ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അശ്ലോക് യൂണിവേഴ്സിലേക്ക് സ്വാഗതം. മിനിസ്ക്രീൻ ചരിത്രത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട പ്രണയ ജോഡികളായ അർണവ് സിംഗ് റൈസാഡയുടെയും ശ്രുതിയുടെയും കഥയാണ് നമ്മൾ ഇന്ന് പറയുന്നത്. അവർ തമ്മിലുള്ള ശത്രുതയും തെറ്റിദ്ധാരണകളും ഒടുവിൽ ആരെയും ഞെട്ടിച്ചുകൊണ്ട് നടന്ന ആ വിവാഹവും വരെയുള്ള കാര്യങ്ങൾ നമുക്ക് വിശദമായി നോക്കാം. അർണവ് സിംഗ് റൈസാഡ എന്ന നായകൻ തന്റെ ഗാംഭീര്യത്തോടെയാണ് കഥയിലെത്തുന്നത്. പണത്തിനും ആഡംബരത്തിനും മുകളിൽ അച്ചടക്കത്തിന് വില നൽകുന്ന അർണവ് വികാരങ്ങൾ തന്റെ ബലഹീനതയാണെന്ന് വിശ്വസിച്ചിരുന്നു. സ്വന്തം സഹോദരി അഞ്ജലിക്ക് വേണ്ടിയാണ് അയാൾ ജീവിക്കുന്നത്. എന്നാൽ ലക്നൌവിൽ വെച്ച് അർണവ് ആദ്യമായി ശ്രുതിയെ കാണുമ്പോൾ അതൊരു വലിയ വഴക്കിലാണ് കലാശിക്കുന്നത്. അർണവിന്റെ ഫാഷൻ ഷോ തകർക്കാൻ വന്നവളാണ് ശ്രുതി എന്ന് അയാൾ തെറ്റിദ്ധരിക്കുന്നു. ആ ദേഷ്യത്തിൽ അർണവ് ശ്രുതിയെ ഒരു മുറിയിൽ പൂട്ടിയിടുകയും അത് അവളുടെ കുടുംബത്തിന് വലിയ അപമാനമാകുകയും ചെയ്യുന്നു. അവിടെ വെച്ചാണ് അവർക്കിടയിലെ ശത്രുതയുടെ ആദ്യ വിത്ത് പാകപ്പെടുന്നത്. ലക്നൌവിലെ അപമാനം സഹിക്കാനാവാതെ ശ്രുതിയും കുടുംബവും ഡൽഹിയിലേക്ക് താമസം മാറുന്നു. എന്നാൽ വിധി വീണ്ടും അവരെ അർണവിന്റെ മുന്നിലെത്തിക്കുന്നു. തന്റെ അച്ഛന്റെ ബിസിനസ് തകർന്നതും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും കാരണം ശ്രുതിക്ക് അർണവിന്റെ ഓഫീസിൽ തന്നെ ജോലിക്ക് ചേരേണ്ടി വരുന്നു. അർണവ് തന്റെ അധികാരം ഉപയോഗിച്ച് ശ്രുതിയെ ഓരോ നിമിഷവും പീഡിപ്പിക്കാൻ ശ്രമിച്ചു. കനത്ത മഴയത്ത് ജോലി ചെയ്യിപ്പിക്കുക, ഓഫീസിൽ തനിച്ചാക്കുക തുടങ്ങി ശ്രുതിയെ കൊണ്ട് തോൽവി സമ്മതിപ്പിക്കാൻ അർണവ് പല തന്ത്രങ്ങളും മെനഞ്ഞു. എന്നാൽ ശ്രുതി തന്റെ നിഷ്കളങ്കത കൈവിടാതെ എല്ലാത്തിനെയും നേരിട്ടു. ഈ കഥയിലെ പ്രധാന വില്ലനായ ശ്യാം അർണവിന്റെ സഹോദരി അഞ്ജലിയുടെ ഭർത്താവാണ്. അഞ്ജലിയുടെ സ്വത്ത് തട്ടിയെടുക്കാൻ വേണ്ടി അവളുടെ കൂടെ നിൽക്കുന്ന ശ്യാം ഇതിനിടയിൽ ശ്രുതിയുടെ വീട്ടിൽ ഒരു പേയിങ് ഗസ്റ്റായി താമസിക്കാൻ തുടങ്ങുന്നു. താൻ വിവാഹിതനാണെന്ന സത്യം മറച്ചുവെച്ചാണ് ശ്യാം ശ്രുതിയുടെ കുടുംബവുമായി അടുക്കുന്നത്. ശ്രുതിയെ വിവാഹം കഴിക്കാൻ ശ്യാം ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ശ്രുതി അവനെ ഒരു സുഹൃത്തായിട്ടാണ് കണ്ടത്. അർണവിന്റെ വീട്ടിലും ശ്രുതിയുടെ വീട്ടിലും ഒരേ സമയം 2 വേഷങ്ങൾ കെട്ടി ആടുകയായിരുന്നു ശ്യാം. അർണവിന്റെ കുടുംബം റൈസാഡ ആഡംബരത്തിൽ മുങ്ങിക്കിടക്കുമ്പോൾ ശ്രുതിയുടെ കുടുംബം ലളിതവും സ്നേഹം നിറഞ്ഞതുമായിരുന്നു. അർണവിന്റെ സഹോദരൻ ആകാശും ശ്രുതിയുടെ ചേച്ചി ശീതളും തമ്മിൽ പ്രണയത്തിലാകുന്നതോടെ ഈ 2 കുടുംബങ്ങളും തമ്മിൽ അടുക്കാൻ തുടങ്ങി. ആകാശിന്റെയും ശീതളിന്റെയും വിവാഹം നിശ്ചയിക്കപ്പെടുന്നതോടെ അർണവിനും ശ്രുതിക്കും പരസ്പരം കൂടുതൽ സഹകരിക്കേണ്ടി വരുന്നു. ഈ സമയത്താണ് അർണവിനുള്ളിലെ പരുക്കൻ സ്വഭാവം മാറി പതുക്കെ സുഹൃത്തായി മാറാൻ തുടങ്ങുന്നത്. ശ്രുതിയുടെ ഓരോ കുസൃതികളും അർണവിനെ അറിയാതെ സന്തോഷിപ്പിച്ചു. വിവാഹ ഒരുക്കങ്ങൾക്കിടയിൽ അർണവും ശ്രുതിയും തമ്മിൽ ചില മനോഹരമായ നിമിഷങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ശ്രുതിയുടെ കാൽപാദത്തിൽ അർണവ് മരുന്ന് പുരട്ടുന്നതും മുടിയിൽ തടയുന്നതുമെല്ലാം പ്രേക്ഷകർക്ക് വലിയ ആവേശമാണ് നൽകിയത്. അർണവ് ദേഷ്യക്കാരനാണെങ്കിലും ശ്രുതിക്ക് അപകടം സംഭവിക്കുമ്പോൾ അയാൾ ഓടിയെത്തുന്നത് അവൾക്ക് അയാളോടൊരു പ്രത്യേക ഇഷ്ടം തോന്നാൻ കാരണമായി. ശ്രുതി തന്റെ ലാളിത്യം കൊണ്ട് അർണവിന്റെ മുത്തശ്ശിയുടെയും മറ്റുള്ളവരുടെയും മനസ്സ് കീഴടക്കി. എന്നാൽ ഇതിനിടയിലെല്ലാം ശ്യാം തന്റെ ക്രൂരമായ തന്ത്രങ്ങൾ മെനയുകയായിരുന്നു. ശീതളിന്റെയും ആകാശിന്റെയും വിവാഹ ദിവസം രാത്രി അർണവ് കണ്ട ഒരു കാഴ്ച എല്ലാം മാറ്റിമറിച്ചു. ശ്യാം ശ്രുതിയെ കെട്ടിപ്പിടിച്ചു നിൽക്കുന്നത് അർണവ് കാണുന്നു. യഥാർത്ഥത്തിൽ ശ്യാം തന്റെ ഇഷ്ടം നിർബന്ധപൂർവം ശ്രുതിയെ അറിയിക്കുന്നതായിരുന്നു. എന്നാൽ ഒന്നും അന്വേഷിക്കാൻ തയ്യാറാകാത്ത അർണവ് ശ്രുതി തന്റെ അളിയനെ ചതിയിലൂടെ വീഴ്ത്തിയതാണെന്ന് വിശ്വസിച്ചു. തന്റെ സഹോദരി അഞ്ജലിയുടെ ജീവിതം ശ്രുതി തകർക്കുകയാണെന്ന് അയാൾ തെറ്റിദ്ധരിച്ചു. ആ നിമിഷം മുതൽ ശ്രുതിയോടുള്ള അർണവിന്റെ ഇഷ്ടം വീണ്ടും കഠിനമായ വെറുപ്പായി മാറി. അർണവ് തന്റെ സഹോദരിയുടെ ജീവിതം രക്ഷിക്കാൻ ഒരു വലിയ തീരുമാനമെടുത്തു. അർണവും ശ്രുതിയും തമ്മിൽ വിവാഹം കഴിച്ചാൽ ശ്യാമിന് ശ്രുതിയെ ലഭിക്കില്ലെന്ന് അയാൾ ഉറപ്പിച്ചു. എന്നാൽ സ്നേഹം കൊണ്ടല്ല, പക കൊണ്ടാണ് അയാൾ ആ വിവാഹം ആഗ്രഹിച്ചത്. ശ്രുതിയെ ഭീഷണിപ്പെടുത്താനായി അർണവ് അവളുടെ ചേച്ചിയുടെ വിവാഹം തടസ്സപ്പെടുത്തുമെന്ന് പറഞ്ഞു. തന്റെ ചേച്ചിയുടെ ഭാവി നശിപ്പിക്കാൻ വയ്യാത്തതുകൊണ്ട് മാത്രം ശ്രുതി അർണവിന്റെ നിബന്ധനയ്ക്ക് വഴങ്ങി. അർണവ് ശ്രുതിയെ നിർബന്ധിച്ച് ഒരു ക്ഷേത്രത്തിൽ കൊണ്ടുപോയി ആരും അറിയാതെ വിവാഹം കഴിക്കുന്നു. ആ വിവാഹ ചടങ്ങ് വളരെ വേദന നിറഞ്ഞതായിരുന്നു. താൻ പ്രണയിച്ച പുരുഷൻ തന്നെ ഇങ്ങനെ ക്രൂരമായി കാണുമെന്ന് ശ്രുതി ഒരിക്കലും കരുതിയിരുന്നില്ല. അർണവാകട്ടെ പക നിറഞ്ഞ കണ്ണുകളോടെയാണ് ശ്രുതിയുടെ കഴുത്തിൽ താലി ചാർത്തിയത്. ആ വിവാഹം കഴിഞ്ഞയുടൻ അർണവ് ശ്രുതിയെ റൈസാഡ ഹൗസിലേക്ക് കൊണ്ടുപോയി. എല്ലാവരും ആകാശിന്റെയും ശീതളിന്റെയും വിവാഹ ആഘോഷങ്ങളിൽ മുഴുകി നിൽക്കുന്ന സമയത്താണ് അർണവ് ശ്രുതിയുടെ കൈ പിടിച്ചു അവിടേക്ക് കടന്നു ചെല്ലുന്നത്. ആ കാഴ്ച കണ്ടു കുടുംബാംഗങ്ങൾ എല്ലാവരും സ്തംഭിച്ചു നിൽക്കുന്നു. ശ്രുതിയുടെ കഴുത്തിലെ താലിയും നെറ്റിയിലെ സിന്ദൂരവും കണ്ടു അഞ്ജലിയും മുത്തശ്ശിയും ഞെട്ടിപ്പോയി. ആഡംബരമായി വിവാഹം കഴിക്കുമെന്ന് കരുതിയിരുന്ന അർണവ് എന്തിനാണിങ്ങനെ ഒളിച്ചോടി വിവാഹം കഴിച്ചത് എന്ന് ആർക്കും മനസ്സിലായില്ല. ശ്രുതിയുടെ വീട്ടുകാരും ഈ വാർത്ത അറിഞ്ഞു തകർന്നുപോയി. എല്ലാവരും അർണവിനെ ചോദ്യം ചെയ്തെങ്കിലും അയാൾ മറുപടി നൽകാൻ തയ്യാറായില്ല. ശ്രുതി തന്റെ കണ്ണുനീർ ഒളിപ്പിച്ചു തലതാഴ്ത്തി നിന്നു. റൈസാഡ ഹൗസിലെ ആ സന്തോഷം നിറഞ്ഞ അന്തരീക്ഷം നിമിഷനേരം കൊണ്ട് നിശബ്ദമായി. വിവാഹശേഷം വീട്ടിലേക്ക് കയറിയ ശ്രുതിയെ ആരും സ്വീകരിക്കാൻ തയ്യാറായില്ല. മുത്തശ്ശി ശ്രുതിയെ ശപിക്കുകയും അവൾ തങ്ങളെ ചതിച്ചുവെന്ന് ആരോപിക്കുകയും ചെയ്തു. അർണവ് ഈ അവസരത്തിൽ ശ്രുതിയെ പിന്തുണയ്ക്കുന്നതിനു പകരം കൂടുതൽ ദ്രോഹിക്കാൻ തുടങ്ങി.
അവളെ മുറിക്കുള്ളിൽ പ്രവേശിപ്പിക്കാതെ ടെറസിൽ കിടന്നുറങ്ങാൻ അയാൾ ആജ്ഞാപിച്ചു. ശ്രുതി തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ കഴിയാതെ വിങ്ങിപ്പൊട്ടി. ശ്രുതിയും അർണവും തമ്മിലുള്ള ഈ വിവാഹം ശ്യാമിനെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടിയായിരുന്നു. താൻ ആഗ്രഹിച്ച പെൺകുട്ടിയെ സ്വന്തം ഭാര്യയുടെ സഹോദരൻ തന്നെ വിവാഹം കഴിച്ചത് അയാൾക്ക് സഹിക്കാനായില്ല. ശ്യാം അർണവിനോട് ദേഷ്യം പ്രകടിപ്പിച്ചു. എന്നാൽ അർണവ് ശ്യാമിനെ വിശ്വസിച്ചുകൊണ്ട് ശ്രുതിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. ശ്രുതി ആ വീട്ടിൽ ഒറ്റപ്പെട്ടവളായി മാറി. അഞ്ജലി പോലും തന്റെ പ്രിയപ്പെട്ട ശ്രുതിയെ സംശയത്തോടെ നോക്കാൻ തുടങ്ങി. വിവാഹത്തിന് ശേഷം അർണവ് ശ്രുതിയുമായി ഒരു 6 മാസത്തെ കരാറുണ്ടാക്കി. ഈ 6 മാസം കഴിഞ്ഞാൽ അവളെ താൻ ഉപേക്ഷിക്കുമെന്ന് അയാൾ പറഞ്ഞു. ശ്രുതി ആ വീട്ടിൽ ഒരു ജോലിക്കാരിയെപ്പോലെ പണിയെടുത്തു. അർണവിന്റെ ദേഷ്യവും പരിഹാസവും അവൾക്ക് സഹിക്കേണ്ടി വന്നു. എന്നിരുന്നാലും ആ കുടുംബത്തിലെ മറ്റുള്ളവർക്ക് വേണ്ടി അവൾ സന്തോഷത്തോടെ നിലകൊണ്ടു. അർണവ് ശ്രുതിയെ ഓരോ നിമിഷവും വേദനിപ്പിക്കുമ്പോഴും അവളുടെ ഉള്ളിലെ സത്യസന്ധത അയാൾക്ക് കാണാൻ കഴിയുമായിരുന്നില്ല. റൈസാഡ ഹൗസിലേക്ക് കൊണ്ടുവന്ന നിമിഷം മുതൽ അവരുടെ ജീവിതം ഒരു യുദ്ധക്കളമായി മാറി. സ്നേഹത്തിന് പകരം വെറുപ്പും പ്രതികാരവും മാത്രമാണ് അർണവിന്റെ കണ്ണുകളിൽ ഉണ്ടായിരുന്നത്. ശ്രുതി തന്റെ അളിയൻ ശ്യാമിനെ പ്രണയിച്ചു. അഞ്ജലിയുടെ ജീവിതം തകർക്കാൻ നോക്കി എന്ന ഉറച്ച വിശ്വാസത്തിലായിരുന്നു അർണവ്. എന്നാൽ താൻ എന്തിനാണ് ഈ ശിക്ഷ അനുഭവിക്കുന്നത് എന്ന് ശ്രുതിക്ക് അറിയില്ലായിരുന്നു. വിവാഹത്തിന് ശേഷം അർണവ് ശ്രുതിയെ തന്റെ മുറിയിൽ പോലും പ്രവേശിപ്പിക്കാതെ ടെറസിലെ കൊടും തണുപ്പിലേക്ക് ഇറക്കിവിട്ടു. ആ രാത്രികളിൽ ആകാശത്തെ നക്ഷത്രങ്ങളെ നോക്കി കരയാൻ മാത്രമായിരുന്നു ശ്രുതിയുടെ വിധി. റൈസാഡ കുടുംബത്തിലെ മറ്റുള്ളവർ ശ്രുതിയെ ഒരു ചതിയോളിയായി കണ്ട് ഒറ്റപ്പെടുത്തി. പ്രത്യേകിച്ച് അർണവിന്റെ മുത്തശ്ശിക്ക് ശ്രുതിയുടെ ഈ ഒളിച്ചോട്ടം അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ ഓരോ പീഡനങ്ങൾക്കിടയിലും ശ്രുതി തന്റെ കടമകൾ മറന്നില്ല. അർണവിന്റെ ആഹാരവും മരുന്നും കൃത്യമായി നോക്കുന്നതിനോടൊപ്പം ആ വീട്ടിലെ എല്ലാവരെയും സ്നേഹം കൊണ്ട് കീഴടക്കാൻ അവൾ ശ്രമിച്ചു. അർണവ് പുറമെ ദേഷ്യം കാണിക്കുമ്പോഴും ശ്രുതിക്ക് എന്തെങ്കിലും പറ്റിയാൽ അയാൾ അറിയാതെ അസ്വസ്ഥനാകുന്നുണ്ടായിരുന്നു. ഈ വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ പെരുമാറ്റമാണ് അവരുടെ ബന്ധത്തെ കൂടുതൽ സങ്കീർണമാക്കിയത്. ഇതിനിടയിൽ വില്ലനായ ശ്യാം ശ്രുതിയെ വീണ്ടും ശല്യം ചെയ്യാൻ തുടങ്ങി. അർണവിനെ ഉപേക്ഷിച്ചു തന്റെ അടുത്തേക്ക് വരാൻ അയാൾ ശ്രുതിയെ നിർബന്ധിച്ചു. എന്നാൽ ശ്രുതി ഒരു സിംഹത്തെ പോലെ ശ്യാമിനെതിരെ ആഞ്ഞടിക്കുകയും താൻ അർണവിന്റെ ഭാര്യയാണെന്നും അതൊരിക്കലും മാറില്ലെന്നും പ്രഖ്യാപിക്കുകയും ചെയ്തു. ശ്യാം അർണവിനും ശ്രുതിക്കും ഇടയിൽ കൂടുതൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അർണവിന്റെയും ശ്രുതിയുടെയും 6 മാസത്തെ കരാർ വിവാഹം അവസാനിക്കുന്ന ദിവസത്തിനായി ശ്യാം കാത്തിരുന്നു. കഥയിലെ ഏറ്റവും മനോഹരമായ ഭാഗം അർണവിനുള്ളിലെ പ്രണയം പതുക്കെ ഉണരുന്നതാണ്. ശ്രുതിയുടെ നിഷ്കളങ്കമായ കുസൃതികളും അവളുടെ നിസ്സാരമായ പേടികളും അർണവിനെ ചിരിപ്പിക്കാൻ തുടങ്ങി. ഹോളി ആഘോഷത്തിനിടയിൽ മത്തുപിടിച്ച അവസ്ഥയിൽ ഇരുവരും തങ്ങളുടെ ഉള്ളിലെ പ്രണയം പരസ്പരം തുറന്നു പറയുന്ന രംഗം പ്രേക്ഷകർക്ക് വലിയ ആവേശമാണ് നൽകിയത്. എങ്കിലും പിറ്റേന്ന് ബോധം വരുമ്പോൾ അർണവ് വീണ്ടും പഴയ കടുപ്പക്കാരനായി മാറി. പക്ഷേ ശ്രുതിയുടെ ഓരോ സാമീപ്യവും അയാളെ അസ്വസ്ഥനാക്കി തുടങ്ങിയിരുന്നു. ഒരു സന്ദർഭത്തിൽ അർണവിനെ ശ്യാമിന്റെ ഗുണ്ടകൾ തട്ടിക്കൊണ്ടുപോയി. അർണവ് എവിടെയാണെന്ന് ആർക്കും അറിയില്ലായിരുന്നു. എല്ലാവരും അർണവിനെ അന്വേഷിക്കുമ്പോൾ ശ്രുതി തന്റെ ഹൃദയമിടിപ്പ് പിന്തുടർന്ന് അയാൾക്കായി തിരച്ചിൽ നടത്തി. തന്റെ ഭർത്താവ് അപകടത്തിലാണെന്ന് മനസ്സിലാക്കിയ ശ്രുതി സ്വന്തം ജീവൻ പണയപ്പെടുത്തി അർണവിനെ തടവറയിൽ നിന്നും രക്ഷിച്ചു. ആ നിമിഷമാണ് അർണവ് ഒരു സത്യം തിരിച്ചറിഞ്ഞത്. മൈനസ് തന്നെ ചതിക്കാൻ നോക്കുന്ന ഒരാൾ ഒരിക്കലും തന്റെ ജീവൻ രക്ഷിക്കാൻ വരില്ലെന്ന്. ശ്രുതിയുടെ നിരപരാധിത്വം അർണവിന് ബോധ്യപ്പെട്ട ഏറ്റവും വലിയ മുഹൂർത്തമായിരുന്നു അത്. കാടിനുള്ളിൽ വെച്ച് ശത്രുക്കളിൽ നിന്നും രക്ഷപ്പെട്ടു ഓടുമ്പോൾ അർണവ് ശ്രുതിയോട് തന്റെ തെറ്റുകൾക്ക് മാപ്പ് ചോദിക്കുന്നു. എനിക്ക് നിന്നെ മനസ്സിലാക്കാൻ വൈകിപ്പോയി എന്ന് പറഞ്ഞു കരയുന്ന അർണവിനെയാണ് നമ്മൾ അവിടെ കണ്ടത്. ആ നിമിഷം അവരുടെ എല്ലാ പിണക്കങ്ങളും അവസാനിക്കുകയും അവർ ഒരൊറ്റ ആത്മാവായി മാറുകയും ചെയ്തു. വീട്ടിൽ തിരിച്ചെത്തിയ അർണവ് ശ്യാമിന്റെ യഥാർത്ഥ മുഖം എല്ലാവരുടെയും മുന്നിൽ വെളിച്ചത്ത് കൊണ്ടുവന്നു. അഞ്ജലിക്ക് ഇത് വലിയ ആഘാതമായെങ്കിലും അർണവ് തന്റെ സഹോദരിയെ ചേർത്ത് പിടിച്ചു. ശ്യാമിനെ വീട്ടിൽ നിന്നും പുറത്താക്കിയ ശേഷം അർണവും ശ്രുതിയും വീണ്ടും ആചാരപ്രകാരം വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. താൻ മുൻപ് നൽകിയ എല്ലാ വേദനകൾക്കും പരിഹാരമായി അർണവ് ശ്രുതിയെ രാജകുമാരിയെ പോലെയാണ് പിന്നീട് കണ്ടത്. അവരുടെ പ്രണയ നിമിഷങ്ങൾ വളരെ റൊമാൻറ്റിക് ആയിരുന്നു. അർണവ് ശ്രുതിക്ക് വേണ്ടി സർപ്രൈസുകൾ ഒരുക്കുന്നതും രാത്രിയിൽ ആകാശം കാണാൻ കൊണ്ടുപോകുന്നതും പ്രേക്ഷകർക്ക് മറക്കാൻ കഴിയില്ല. ശ്രുതിയുടെ ദേവീമയ്യയോടുള്ള ഭക്തിയും അർണവിന്റെ യുക്തിയും തമ്മിലുള്ള രസകരമായ തർക്കങ്ങൾ ഇന്നും പ്രേക്ഷകരുടെ മനസ്സിലുണ്ട്. വിവാഹശേഷം അർണവിന്റെ ജീവിതത്തിൽ വന്ന ഏറ്റവും വലിയ മാറ്റം അയാൾ ചിരിക്കാൻ പഠിച്ചു എന്നതാണ്. ശ്രുതിയുടെ പാചക പരീക്ഷണങ്ങളും അവളുടെ കയ്യിലുള്ള സൽമാൻ ഖാൻ എന്ന നായ്ക്കുട്ടിയും അർണവിനെ വല്ലാതെ മാറ്റിമറിച്ചു. അർണവ് ശ്രുതിയുടെ കുടുംബത്തിന്റെ കൂടെ സമയം ചെലവഴിക്കാനും അവരുടെ ചെറിയ ആഘോഷങ്ങളിൽ പങ്കുചേരാനും തുടങ്ങി. സ്നേഹം പണത്തേക്കാൾ വലുതാണെന്ന് അർണവ് തന്റെ ജീവിതത്തിലൂടെ ലോകത്തിന് കാട്ടിക്കൊടുത്തു. കഥയിൽ പിന്നീട് അർണവിന്റെ പഴയ കാമുകി ശീതളിന്റെ കടന്നുവരവ് ചെറിയ പ്രശ്നങ്ങളുണ്ടാക്കി. ശീതളിന്റെ മകൻ ആരാണെന്ന കാര്യത്തിൽ ശ്രുതിക്ക് ചില സംശയങ്ങൾ തോന്നി. എന്നാൽ അർണവ് ശ്രുതിയെ പൂർണ്ണമായും വിശ്വസിക്കുകയും തന്റെ പ്രണയത്തിൽ മായം ചേർക്കില്ലെന്ന് ഉറപ്പു നൽകുകയും ചെയ്തു.
ശീതളിന്റെ ചതികൾ അർണവും ശ്രുതിയും ചേർന്ന് പുറത്തു കൊണ്ടുവരികയും ആ പ്രതിസന്ധിയും അവർ വിജയകരമായി മറികടക്കുകയും ചെയ്തു. ശ്രുതിക്ക് ഒരു ആഗ്രഹമുണ്ടായിരുന്നു, മിസ് ഇന്ത്യ മത്സരത്തിൽ പങ്കെടുക്കുക എന്നത്. അർണവ് തുടക്കത്തിൽ എതിർത്തുവെങ്കിലും പിന്നീട് തന്റെ ഭാര്യയുടെ സ്വപ്നത്തിന് ചിറകുകൾ നൽകാൻ അയാൾ തയ്യാറായി. ശ്രുതി ആ മത്സരത്തിൽ വിജയിക്കുകയും തന്റെ വ്യക്തിത്വം തെളിയിക്കുകയും ചെയ്തു. ഒരു സാധാരണ പെൺകുട്ടിയിൽ നിന്നും ആത്മവിശ്വാസമുള്ള ഒരു സ്ത്രീയായി ശ്രുതി മാറുന്നത് നമ്മൾ കണ്ടു. അർണവ് തന്റെ ഭാര്യയുടെ വിജയത്തിൽ ഏറ്റവും കൂടുതൽ അഭിമാനം കൊള്ളുന്ന രംഗം വളരെ മനോഹരമായിരുന്നു. അഞ്ജലിയുടെ ജീവിതത്തിലേക്ക് വീണ്ടും ശ്യാം കടന്നുവരാൻ ശ്രമിച്ചു. അഞ്ജലിക്ക് കുട്ടികളില്ലാത്ത വിഷമം മുതലെടുത്ത് ശ്യാം ചതിക്കാൻ നോക്കിയെങ്കിലും അർണവും ശ്രുതിയും ജാഗ്രതയോടെ അത് തടഞ്ഞു. അഞ്ജലിയുടെ സന്തോഷമാണ് തന്റെ സന്തോഷമെന്ന് വിശ്വസിച്ച അർണവ് അവൾക്കായി ഒരു കുട്ടിയെ ദത്തെടുക്കാൻ തീരുമാനിച്ചു. ആ വീട് വീണ്ടും കുഞ്ഞുങ്ങളുടെ കളിച്ചിരികളാൽ നിറഞ്ഞു. അർണവും ശ്രുതിയും തമ്മിലുള്ള ഓരോ ചെറിയ തർക്കങ്ങളും പിന്നീട് വലിയ പ്രണയത്തിലേക്ക് വഴിമാറുകയായിരുന്നു. അർണവ് ശ്രുതിയുടെ മുടിയിൽ മല്ലിപ്പൂവ് ചൂടുന്നത് തൊട്ടു അവൾക്കായി ഭക്ഷണം വിളമ്പുന്നത് വരെയുള്ള സീനുകൾ പ്രേക്ഷകരുടെ കണ്ണുകൾ നിറയിച്ചു. എത്ര വലിയ ബിസിനസ് തിരക്കുണ്ടെങ്കിലും ശ്രുതി വിളിച്ചാൽ അർണവ് ഓടിയെത്തുമായിരുന്നു. ലോകം മുഴുവൻ എതിർത്താലും താൻ നിനക്കൊപ്പമുണ്ടാവുമെന്ന് അർണവ് പ്രഖ്യാപിച്ചു. കഥയുടെ അവസാന ഭാഗങ്ങളിൽ അർണവും ശ്രുതിയും തങ്ങളുടെ പഴയ ശത്രുക്കളെയെല്ലാം കീഴ്പ്പെടുത്തി സമാധാനത്തോടെ ജീവിക്കാൻ തുടങ്ങുന്നു. അർണവ് തന്റെ ദേഷ്യം പൂർണ്ണമായും വെടിഞ്ഞു ഒരു ശാന്തനായ മനുഷ്യനായി മാറി. ശ്രുതിയാകട്ടെ ആ വീട്ടിലെ എല്ലാവരെയും ബന്ധിപ്പിക്കുന്ന കണ്ണിയായി. അവരുടെ പ്രണയത്തിനു മുന്നിൽ ഏതൊരു പ്രശ്നവും ചെറുതായിരുന്നു. ലഖ്നൌവിൽ വെച്ച് വെറുപ്പോടെ തുടങ്ങിയ ആ ബന്ധം പവിത്രമായ ഒരു പ്രണയകാവ്യമായി മാറി. ശ്രുതിയുടെ പിണക്കങ്ങൾ മാറ്റാൻ അർണവ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഇന്നും സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. ഒരിക്കൽ ശ്രുതിക്ക് വേണ്ടി അർണവ് റാമ്പിൽ നടന്നത് അവളുടെ അഭിമാനം സംരക്ഷിക്കാനായിരുന്നു. അർണവ് എന്ന കരിങ്കല്ലിനെ സ്നേഹം കൊണ്ട് ഒരുകുന്ന മെഴുകുതിരിയായി മാറ്റാൻ ശ്രുതിക്ക് കഴിഞ്ഞു. അവരുടെ പ്രണയം ഓരോ പ്രേക്ഷകനും സ്വന്തം ജീവിതത്തിലെ പ്രണയം പോലെ തോന്നിത്തുടങ്ങി. കഥയിലെ ഏറ്റവും വലിയ വില്ലൻ ശ്യാമിന്റെ അന്ത്യം നിയമത്തിന് മുന്നിൽ തന്നെയായിരുന്നു. ശ്യാം ചെയ്ത എല്ലാ കുറ്റങ്ങളും അഞ്ജലി തിരിച്ചറിയുന്നതോടെ അയാൾക്ക് ആ വീട്ടിൽ സ്ഥാനമില്ലാതായി. അഞ്ജലി തന്നെ അയാളെ അടിച്ചു പുറത്താക്കുന്നത് കണ്ടു പ്രേക്ഷകർ കൈയടിച്ചു. വില്ലൻ എത്ര തന്ത്രശാലിയായാലും സത്യസന്ധമായ സ്നേഹത്തിന് മുന്നിൽ അയാൾക്ക് പരാജയം സമ്മതിക്കേണ്ടി വരും എന്ന് ഈ കഥ തെളിയിച്ചു. അർണവും ശ്രുതിയും തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം കണ്ടെത്തുന്നത് പരസ്പരമുള്ള വിശ്വാസത്തിലാണ്. അവർക്കിടയിൽ പിന്നീട് രഹസ്യങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അർണവ് തന്റെ ഓരോ തീരുമാനങ്ങളും ശ്രുതിയോട് ചോദിച്ചാണ് എടുത്തത്. ശ്രുതിയാകട്ടെ അർണവിന്റെ ജീവിതത്തിലെ കാവൽമാലാഖിയായി എന്നും കൂടെ നിന്നു. അവരുടെ സ്നേഹം കണ്ട് മുത്തശ്ശിയും മറ്റു കുടുംബാംഗങ്ങളും അവരെ അനുഗ്രഹിച്ചു. സീരിയലിലെ ഏറ്റവും ഹൃദയസ്പർശിയായ മുഹൂർത്തം അവർ തങ്ങളുടെ പഴയ ഗ്രാമത്തിലേക്ക് ഒരു യാത്ര പോകുന്നതാണ്. അവർ ആദ്യമായി കണ്ടുമുട്ടിയ ആ സ്ഥലം, ആ പഴയ മുറി എല്ലാം അവർ സന്ദർശിച്ചു. തങ്ങൾ വന്ന വഴി മറക്കാതെ സ്നേഹത്തോടെ മുന്നോട്ട് പോകണമെന്ന് അവർ തീരുമാനിച്ചു. അർണവ് ശ്രുതിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഇതൊരു തുടക്കം മാത്രമാണ് എന്ന് പറയുന്ന രംഗം പ്രേക്ഷകരെ ഒരുപാട് സന്തോഷിപ്പിച്ചു. സീരിയലിന്റെ അവസാന രംഗത്തിൽ അർണവും ശ്രുതിയും തങ്ങളുടെ എല്ലാ കുടുംബാംഗങ്ങൾക്കുമൊപ്പം സന്തോഷത്തോടെ ഒരു വലിയ പൂജയിൽ പങ്കെടുക്കുന്നു. വർഷങ്ങൾ കടന്നുപോയിട്ടും അവരുടെ പ്രണയത്തിന്റെ തിളക്കം ഒട്ടും കുറഞ്ഞിട്ടില്ല. അർണവ് ശ്രുതിയുടെ കണ്ണ് തടഞ്ഞുകൊണ്ട് അവൾക്കായി ഒരു മനോഹരമായ സമ്മാനം നൽകുന്നു. അവർ ഒന്നിച്ചു നടന്നു വന്ന ആ കയ്പും മധുരവും നിറഞ്ഞ വഴികളെക്കുറിച്ച് അവർ ഓർക്കുന്നു. ഇസ് പ്യാർ കോ ക്യാ നാം ദൂൻ, ഈ പ്രണയത്തിന് എന്ത് പേര് നൽകും എന്ന ചോദ്യത്തിന് മൗനം സമ്മതം എന്ന് അവർ മനസ്സുകൊണ്ട് മറുപടി നൽകുന്നു. സ്നേഹമുള്ള ഒരു കുടുംബത്തിന്റെ പശ്ചാത്തലത്തിൽ അർണവും ശ്രുതിയും പരസ്പരം നോക്കി പുഞ്ചിരിക്കുന്നതോടെ ഈ ഐതിഹാസിക സീരിയൽ അവസാനിക്കുന്നു. ഈ സീരിയൽ നമുക്ക് നൽകുന്ന സന്ദേശം വളരെ വലുതാണ്. വെറുപ്പിലൂടെ തുടങ്ങുന്ന ബന്ധങ്ങൾ പോലും സ്നേഹം കൊണ്ട് മാറ്റിയെടുക്കാൻ കഴിയും. അർണവ് എന്ന പരുക്കൻ ബിസിനസ്സുകാരനും ശ്രുതി എന്ന നിഷ്കളങ്കയായ പെൺകുട്ടിയും ഇന്നും നമ്മുടെ ഹൃദയത്തിൽ ജീവിക്കുന്നു. അവരുടെ ഓരോ ഡയലോഗുകളും സീനുകളും ഇന്നും പ്രേക്ഷകർക്ക് ആവേശമാണ്. അപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മൗനം സമ്മതം സീസൺ 1 അർണവ് ശ്രുതി ജോഡികളുടെ വിവാഹശേഷമുള്ള ഈ മനോഹരമായ യാത്ര നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. അർണവിന്റെ ദേഷ്യവും ശ്രുതിയുടെ സ്നേഹവും ഇന്നും നമ്മുടെ മനസ്സിൽ മായാതെ നിൽക്കുന്നു. ഇതുപോലുള്ള കൂടുതൽ സീരിയൽ എക്സ്പ്ലനേഷനുകൾക്കായി അശ്ലോക് യൂണിവേഴ്സ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, ബൈ.